അപ്പൊ പ്രിയമുള്ളവരെ, നിയമസഭയിലേക്ക് UDFന്റെ 102 ആൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. 102 ആളാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ 102 ആളില് മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിമാർ എത്ര ഉണ്ട്? വിജയിച്ച് 22 ആൾ. ഓക്കെ. അപ്പോ കേരളത്തിൽ 10 വർഷത്തിന് ശേഷം 10 വർഷത്തെ ദുർഭരണത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? പ്രകാശം കാണാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയേറെ കേരളം അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ ഞങ്ങൾ കൽപ്പകഞ്ചേരി പഞ്ചായത്ത്, അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ തണ്ണീർച്ചാൽ ഏരിയ ഗ്രൂപ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു പരിപാടി നടത്തില്ല. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു 3-4 വാർഡ് ഉണ്ടാവും അല്ലെ, 3-4 വാർഡുകൾ ഉണ്ടാവും. അപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകരായിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വനിതാ ലീഗിന്റെ പ്രവർത്തകർ, വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ദളിത് ലീഗിന്റെ പ്രവർത്തകർ, MSF, കൂടാതെ വാർഡ് മെമ്പർമാർ. അപ്പോൾ സ്ത്രീകളടങ്ങുന്ന ഫാമിലി സഹിതം കണ്ട എന്റെ മുമ്പിലായിട്ടുള്ള ഒരുപാട് കുട്ടികൾ, ഇവരൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ബസ്സിലിങ്ങനെ വരുന്ന സമയത്ത് അടിപൊളി പാട്ട് പാടിയിരുന്നു. ആ പാട്ട് കൂടി എടുത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് എന്ത് ചെയ്തില്ല, പകർത്തില്ല. അപ്പൊ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? എവിടെ ഇപ്പൊ നിൽക്കുന്ന അറിയോ? എവിടെ നിൽക്കണേ? നിയമസഭന്റെ മുമ്പിലാണ് ഓമ നിൽക്കുന്നത് കേട്ടാ. ഓക്കെ, മോൻ എവിടെ നിൽക്കണം മനസ്സിലായില്ലേ? നിയമസഭന്റെ മുമ്പില്. ഭാവിയിൽ വാപ്പാന്റെ രാഷ്ട്രീയക്കാരനാവോ? രാഷ്ട്രീയക്കാരനാകാതെ അല്ലേ? അത് അവിടെ ഒരാള്. മോന്റെ പേര് പറഞ്ഞാ? നിയമസഭന്റെ മുമ്പിൽ വന്നല്ലേ? എന്തൊക്കെ കണ്ടുവിടുന്നിട്ട് ഇതൊരു വെറൈറ്റി അനുഭവം വരുന്നില്ലേ? അങ്ങനല്ലേ? വെറൈറ്റി അനുഭവം അല്ലേ? അപ്പൊ ഓക്കെ, യാത്രനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. 10 വർഷം തുടർഭരണം കിട്ടി കേരളത്തിൽ ആകെ സഹി കെട്ടിട്ട് UDFനെ തിരിച്ച് കൊണ്ടുവന്നതാണ്. ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പറയുന്നുണ്ട്, 10 വർഷം ജനിക്കാത്ത മുഖ്യമന്ത്രിനെ ഒഴിവായിട്ട് ഇപ്പോൾ ജനിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയെന്നായിരുന്നു. അപ്പൊ ആ ഒരു മുഹൂർത്തം നേരിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുപോലെ ഫാമിലി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇതിന്റെ ഒരു ഭാഗമാകുക എന്ന് പറയുമ്പോൾ വളർന്നു വരുന്ന തലമുറ ഈ രീതിയിൽ വളരട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഫാമിലി ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതാ നമ്മൾ നിയമസഭന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പുള്ളി പറഞ്ഞത്രേ ഉള്ളൂ. ഫാമിലി ആയിട്ട് വരുന്ന കാര്യം എന്താ വെച്ചാല്, UDF സംവിധാനം നിലനിർത്തേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ പാരമ്പര്യം എന്ത് ചെയ്തിട്ട് വളർന്നു വരുന്ന മക്കളും അത് കൊണ്ട് നടക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഒരു പരിചയം കൊടുക്കുക, അവരെ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് കുട്ടികളെ കൂടെ ചേർക്കുന്നതിന് ഉദ്ദേശം. ഇനി ഇവിടെ ഞങ്ങളെ പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് കേട്ടോ, ബിജീഷ് ഭായ്. പറഞ്ഞോളൂ, എത്രാം വാർഡാണ്? 10ാം വാർഡത്തെ ഞങ്ങളെ പഞ്ചായത്തിലെ മെമ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര? സൂപ്പർ ആയിരുന്നു. ഈ വിജയത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. വളരെ കഴിഞ്ഞ സർക്കാരിന്റെ ദുർഭരണം അതുകൊണ്ട് 102 ആൾക്കാരെ ഞങ്ങളെ ഈ നിയമസഭയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വികസനങ്ങൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് കൊണ്ടുവരട്ടെ. നല്ല വികസനങ്ങൾ സാധാരണക്കാരാണ് കൂടുതൽ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാനുണ്ട്, സ്വതന്ത്രമായിട്ട് ആർക്കും എന്ത് ചെയ്യാം, നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ആരും തട്ടിത്തെറിപ്പിക്കാനും കടക്ക് പുറത്തു നിന്നും പറയുന്ന ആളുണ്ട്. കണ്ടില്ല നമ്മളെ അമ്മ വന്നിട്ട്. ശരിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യം വഹിച്ചു. അപ്പൊ ഒത്തിരി സന്തോഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിയുള്ളത്. എന്തായാലും വീഡിയോയെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പങ്കുവെക്കാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു. പറഞ്ഞോളൂ. പെൻഷന്റെ നിലവിൽ 2000 3000 ആക്കി നമ്മളെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ഇവിടെ ഇതിന് മുമ്പ് പറഞ്ഞ എന്താ പറയാ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഈ പെൻഷൻ ഇതോടെ അവസാനിക്കാൻ പോകും. അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇപ്പൊ കൊടുക്കുന്ന പെൻഷന് 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ പോവാണ്. അതാണ് ഫസ്റ്റ് പ്രഖ്യാപനം എന്ന് 3000 രൂപയായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇതൊരു സന്തോഷമുള്ള വാർത്തയാണ്. ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ ഈ മന്ത്രിസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്ന പ്രതീക്ഷയിലാണ്. ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ധാരാളം വരും. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ മുഖ്യമന്ത്രി അവിടെ കാണുന്ന സമയത്ത് അദ്ദേഹം ഒഴിഞ്ഞിരുന്ന സമയത്ത് നമ്മൾ സെൽഫി അടിച്ച് നമുക്ക് ധൈര്യത്തിൽ പോവാം. മന്ത്രിമാരെ കണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. സംസദീയ സാഹിബൊക്കെ നമ്മുടെ മണ്ഡലത്തിൽ നിന്നാണല്ലോ എന്നുള്ള സമാധാനം. തീർച്ചയായിട്ടും. പ്രിയമുള്ളവരെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിന് വേണ്ടി ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കരുനാഗപ്പള്ളിയിൽ എല്ലാവർക്കും ഒന്ന് ഫ്രഷാകാനും പ്രഭാത നമസ്കാരങ്ങളും മറ്റൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണങ്ങളും കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരിടം തിരഞ്ഞെടുത്തു. ഇത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്.
ഏകദേശം 45ഓളം ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഈ ബസ്സിൽ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. പൊറാട്ട, ചപ്പാത്തി, ചിക്കൻ കറിയാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. ഇനിയാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് വന്ന VT ബൽറാമിനെയാണ് നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി തിരക്ക് പിടിക്കുന്നത്. പരമാവധി ആളുകളുടെ എല്ലാം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് VT ബൽറാം ഇവിടം വിട്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുവഴി ഗ്രൗണ്ടിൻ്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ജനപ്രതിനിധികളും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കടന്നു വരുന്നതും പോകുന്നതുമായി ബന്ധപ്പെട്ട പരിചയപ്പെടുത്തലുകളാണ്. ധാരാളം ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കണ്ടെത്താൻ സാധിച്ചു. മത പണ്ഡിതന്മാരെ കാണാൻ സാധിച്ചു. ഇങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച കാഴ്ചകളാണ് തുടർന്ന് മുന്നോട്ട് നമുക്ക് കാണാനുള്ളത്. മാത്രമല്ല സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം അവസാനിച്ചതിന് ശേഷം ഔപചാരികമായി മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്തതിന് ശേഷം അവർ തിരികെ പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയും കൂടി നമുക്ക് കാണാനുണ്ട്. അതൊരു ഒന്നൊന്നര കാഴ്ച തന്നെയായിരിക്കും. കൂടാതെ ഒരു കാരണവർ പുതിയതായി അധികാരമേറ്റെടുത്ത UDF സർക്കാരിന് മുന്നിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണം കൂടി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചയിൽ കാണാനുണ്ട്. പ്രിയമുള്ളവരെ, അതിനിടയിൽ എൻ്റെ കൂടെ യാത്രയിൽ പങ്കെടുത്ത പ്രിയ സുഹൃത്ത് അബൂ താഹിർ, അദ്ദേഹത്തിൻ്റെ കുടുംബം കൂടി സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത്. തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ തികച്ചും സാധാരണക്കാരനായിരിക്കുന്ന ഞങ്ങളുടെ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ്, അദ്ദേഹം വളരെ ശാന്തനായിട്ട് ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. വരുന്ന വഴിയിൽ അത്രയേറെ ആൾക്കൂട്ടത്തിനിടയിൽ ക്യാമറയും ഉയർത്തിക്കൊണ്ട് ഞാൻ നിൽക്കുന്നത് കാണാനും എൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ്. അബ്ദുസമദ് സമദാനി MP ആണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് സെൽഫി എടുക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇങ്ങനെ ധാരാളം നേതാക്കന്മാരും മറ്റൊക്കെയാണ് വാഹനത്തിലും അതല്ലാതെയും ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് കടന്നു വരുന്നത്. മുന്നോട്ടുള്ള കാഴ്ചകളിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒത്തിരി കാഴ്ചകളാണ് തുടർന്നും വരാനുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക.
ഇവിടെ നമുക്ക് കരുത്തനായ നിലമ്പൂരിൻ്റെ സുൽത്താൻ ബഹുമാന്യനായ ആരാടൻ ഷൗക്കത്ത് ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ്. വരുന്ന വഴിയിൽ സഹപ്രവർത്തകരോട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ കണ്ടത്. പ്രിയമുള്ളവരെ, കടന്നു വരുന്ന ഇന്നോവ കാറിലേക്ക് നോക്കൂ. ശ്രീമതി രമ്യ ഹരിദാസ് MLA ആണ് സഹപ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇതുപോലെ ധാരാളം ആളുകൾ ഇതുവഴി കടന്നുപോയി. ഇനി തൊട്ടുപുറകിലായിട്ട് കടന്നു വരാനുമുണ്ട്. എല്ലാവരും കൂടി പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗേറ്റിലൂടെ തിരികെ പോകുന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും സമൂഹത്തിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു ഭാഗത്തിലൂടെ ഇത്രമാത്രം ആളുകൾ കടന്നു പോകുന്നെങ്കിൽ മറു സൈഡിൽ എന്തായിരിക്കും. ഇത് മാത്രമല്ല, ഈ ഗ്രൗണ്ടിൻ്റെ വെളിയിലായിട്ട് 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. കേരളത്തിലെ ഉത്ബുദ്ധരായ വോട്ടർമാർ അവരെ ഇനി 5 വർഷം നയിക്കേണ്ടത് ബഹുമാന്യനായ VD സതീശൻ ആയിരിക്കണം എന്നുള്ള തീരുമാനമാണ് കഴിഞ്ഞ ഇലക്ഷനിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മളാരും തന്നെ പ്രതീക്ഷിച്ചതല്ല 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി UDF ഇത്രയേറെ ഉജ്ജ്വലമായ വിജയം കൈവരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതനുസരിച്ച് ആത്മവിശ്വാസം നിലനിർത്താനും പ്രവർത്തിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും നിലപാടുകളുടെ രാജകുമാരനായ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറിയ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളാണ് എസ്കോർട്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ ഇതുവഴി കടന്നു പോകുന്നത്. അവരോടൊപ്പം UDF മന്ത്രിസഭയിലെ ചുമതലയേറ്റ മന്ത്രിമാരും വിശിഷ്ട അതിഥികളും ഒന്നിനു പുറകെ ഒന്നായി പോലീസ് അകമ്പടിയോടുകൂടെ ആയിരങ്ങളെ സാക്ഷിയാക്കി നിരനിരയായി കടന്നു പോകുന്ന ലൈവ് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും. പ്രിയമുള്ളവരെ, വീഡിയോ ചുരുക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനമായി ഒരു കാരണവർ അദ്ദേഹത്തിന് പറയാനുള്ള ചില നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ പുതിയതായി അധികാരമേറ്റ UDF നേതൃത്വത്തോട് പങ്കുവെക്കുന്ന അഭിമുഖ സംഭാഷണത്തോടു കൂടെ ഈ വീഡിയോ അവസാനിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പിണറായി ഭരണം തുടങ്ങിയിട്ട് 10 വർഷമായി.
10 വർഷമായിട്ട് ഈ മെയിൻ ഗേറ്റ്, സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ഗേറ്റ് ജനങ്ങൾക്കോ ഒരു ജനപ്രതിനിധിയെ കാണാനോ ഒരു നിവൃത്തിയില്ല. ആ 10 വർഷമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് ഇന്ന് തന്നെ തുറപ്പിച്ച് ജനപ്രതിനിധികളെ കാണാൻ വേണ്ടി, ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ആ മെയിൻ ഗേറ്റ് തുറന്നു ലഭിക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്. പിന്നെ വേറെ ഒരു കാര്യമാണ്, ആറ്റുകാലിലെ കുത്തിയോട്ടം നടത്തിയതായിട്ട് ഒരു മുൻ മന്ത്രി അവിടെ ഒരു അവലോകനം എല്ലാ പ്രാവശ്യവും വെക്കാറുണ്ട്. പക്ഷെ അവലോകനം വെച്ചിട്ട് യാതൊരു നിവൃത്തിയില്ലാതെ കുത്തിയോട്ട പിള്ളേരെ റിപ്പോർട്ടർ ചാനലിലേക്ക് കുത്തിയോട്ട പിള്ളേരെ അനധികൃതമായിട്ട് എവിടെ കൊണ്ട് തള്ളിയെന്ന് പറഞ്ഞ ഒരു വാർത്ത ഉണ്ടാക്കി. അത് വ്യാജമായ വാർത്തയാണ്. എന്നാൽ 12,000 രൂപ കൊടുത്താൽ ഒരു കുത്തിയോട്ടം നടത്താൻ ബുദ്ധിമുട്ടാണ്. ഒരു സാധാരണ 12,000 രൂപ ആറ്റുകാൽ ട്രസ്റ്റുകാർ കണക്കാക്കുന്നുണ്ട്. അതിന് 1 ലക്ഷം ഒറ്റയ്ക്ക് നടന്നുപോയി 1 ലക്ഷം രൂപ വേണം. അപ്പോൾ അതിന് പോലും 12,000 രൂപ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിനോട് കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് അത് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഞങ്ങളെ പാർട്ടിക്കാരെ ട്രസ്റ്റിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നാലും ഞങ്ങളുടെ സംഘടനകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ച ആറ്റുകാൽ ക്ഷേത്രോത്സവവുമായി ഒരാഴ്ച ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിട്ട് ആ കുട്ടികളെ കിടത്താനുള്ള ഒരു സംവിധാനം ചെയ്യാനും അതിനുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ആറ്റുകാൽ ടൗൺഷിപ്പ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മിനിസ്റ്റർ ഇരുന്ന സമയത്ത് ആറ്റുകാൽ ടൗൺഷിപ്പിന്റെ ഒരു ഫയൽ ഉണ്ടാക്കി. ആ ഫയല് ഈ പിണറായി സർക്കാർ വന്നപ്പം അത് പൂഴ്ത്തിവെക്കുകയായിരുന്നു. അതോടെ പുനരുദ്ധരിക്കാൻ നിങ്ങളുടെ ചാനലുകാരും ബാക്കിയുള്ളവരും പൊതുജനങ്ങളും നമ്മളെ MLA-മാരും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സർക്കാരിന്റെ ഒരു ഇതുണ്ടാവണമെന്ന് ഞാൻ അങ്ങേറ്റം താഴ്മയായി ഒരു ആറ്റുകാൽ ഭക്തൻ എന്നുള്ളതിൽ ഞാൻ അങ്ങേറ്റം പറയുകയാണ്.